നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ റിവിഷനാണ്. പാർട്ട് 2 ആണിത്. ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 5 ആൻഡ് 250 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 4. 5ൻ്റെയും 250ൻ്റെയും ഇടയിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ടൈം അതാണ് ചോദിച്ചത്. നമുക്കറിയാം 4ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 4, 8, 12, 16 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് 5ൻ്റെയും 250ൻ്റെയും ഇടയിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് സീക്വൻസ്. അപ്പോൾ ഫസ്റ്റ് 4 എന്ന് പറയുന്നത് 5ൻ്റെയും 250ൻ്റെയും ഇടയിലുള്ള നമ്പർ അല്ല. അപ്പോൾ 4 ഇതിൽ വരില്ല, ഈ സീക്വൻസിൽ വരില്ല. 5ൻ്റെയും 250ൻ്റെയും ഇടയിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾസ് മാത്രം മതി നമുക്ക്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതായിരിക്കും? 8 അല്ലേ? അതല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. 8 5ൻ്റെയും 250ൻ്റെയും ഇടയിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. പിന്നെ ചോദിച്ചത് ലാസ്റ്റ് ടേം ആണ്. അപ്പോൾ 5ൻ്റെയും 250ൻ്റെയും ഇടയിലുള്ള നമ്പർ, അപ്പോൾ 250ൻ്റെയേക്കാൾ താഴെയുള്ളൊരു നമ്പർ ആയിരിക്കണം. അപ്പോൾ 250 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. 250 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? 6 4s are 24. 1 അടുത്ത നമ്പർ 0. 10ൽ എത്ര? 4 2 2 4s are 8. റിമൈൻഡർ 2 വന്നു. ബാക്കി 2 വന്നിട്ടുണ്ട്. ഒരു 2 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ റിമൈൻഡർ 0 വരുമായിരുന്നു. 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ് റിമൈൻഡർ വരേണ്ടത്. അപ്പോൾ ഇവിടെ റിമൈൻഡർ 2 വന്നതുകൊണ്ട് നമുക്ക് 2 കൂട്ടാൻ പറ്റൂല. 250ൻ്റെക്കാൾ താഴെയുള്ള നമ്പറല്ലേ വേണ്ടത്. അപ്പോൾ ഈ അധികമുള്ള ഈ 2 അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര വരും? 248 വരും. അപ്പോൾ 248 ആയിരിക്കും ലാസ്റ്റ് നമ്പർ. 248നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ റിമൈൻഡർ വരില്ലല്ലോ. 2 റിമൈൻഡർ വന്ന് 2 നമ്മൾ കുറച്ചല്ലോ. അപ്പം ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 248 ആണ്. 5ൻ്റെയും 250ൻ്റെയും ഇടയിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 248 ആണ്. ഹൗ മെനി ടേംസ് ആർ ദർ? എത്ര ടേംസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ടേംസ് തന്നെ കണ്ടുപിടിക്കണം. ഒന്നുകിൽ ലാസ്റ്റ് നമ്പർ 248 ആയിട്ട് എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. എന്തായിരുന്നു? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. 248 മൈനസ് 8 ബൈ 4. കോമൺ ഡിഫറൻസ് 4 ആണല്ലോ. അപ്പോൾ 240 ബൈ 4 വരും. എന്നിട്ട് പ്ലസ് 1 ചെയ്താൽ മതി. അപ്പോൾ 248 എത്ര 4 ഉണ്ട്? 62 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്ക് നേരത്തെ. റിമൈൻഡർ 2 വന്നിട്ടുണ്ടെങ്കിൽ 62ന് കൂടെ ഒന്നും കൂടെ കൂട്ടിയാൽ 63 ടേംസ് ഉണ്ടാവും. ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് ലാസ്റ്റ് ടേം 248 എടുത്തിട്ട് ചെയ്യാം. ലാസ്റ്റ് ടേം 248 ആണെങ്കിൽ 248 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 8 അല്ലേ, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ n-1 d ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. ഡി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4. കോമൺ ഡിഫറൻസ് 4 ആണ്. സോൾവ് ചെയ്യുമ്പോൾ പ്ലസ് 8നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിന് മുന്നേ നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാം. ബ്രാക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ 4n-4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് 4 8 മൈനസ് 4 പ്ലസ് 4 വരും അല്ലെ, പോസിറ്റീവ് 4 വരും. 8 - 4 പോസിറ്റീവ് 4 പ്ലസ് 4n. 4n-നോട് നിർത്താം. ഒറ്റയ്ക്ക് നിൽക്കുന്ന 4നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ 248 - 4. അപ്പോൾ 244 ഈക്വൽ ടു 4n. അപ്പോൾ n ഈക്വൽ ടു ഇൻറ്റു 4നെ 244ൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ ബൈ 4 എത്ര ഉണ്ടാവും? 244 എത്ര 4 ഉണ്ട്? 6 4 24. അടുത്ത നമ്പർ 1 4 4 ഒരു 4 4. അപ്പോൾ ഈ രീതിയിലും ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് 61 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ.
244/4 61 ടേംസ് ആണ് കേട്ടോ ഉള്ളത്. n ഈക്വൽ ടു 244/4. അപ്പോൾ 61 ടേംസ്. ഹൗ മെനി ടേംസ് ആർ ദർ? 61 ടേംസ്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദി സം ഓഫ് ഓൾ ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ എല്ലാ ടേംസിൻ്റെയും സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് ടേം കണക്ഷനിൽ ഒരു 3 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ? 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, 3 നോട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ 61 ടേംസ് അല്ലേ ഇവിടെ ഉള്ളത്. എല്ലാ ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 61 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. 61 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഇക്വേഷൻ? സമ്മ് കണ്ടുപിടിക്കാൻ പ്രൊഡക്റ്റ് ഓഫ് മിഡിൽ ടേം ആൻഡ് നമ്പർ ഓഫ് ടേംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിഡിൽ ടേമിൻ്റെയും നമ്പർ ഓഫ് ടേംസിൻ്റെയും പ്രൊഡക്റ്റ്. ഇക്വേഷൻ എഴുതാൻ പറ്റാത്തവർ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അങ്ങനെ തന്നെ എഴുതാട്ടോ. എം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ആണ്, നമ്മളത് ചുരുക്കി എഴുതിയെന്നുള്ളൂ. മിഡിൽ ടേം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരിക? 61 ടേംസ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ 61 + 1 62, 62/2 31. 31st ടേമാണ് അവിടെ മിഡിൽ ടേം വരിക. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം 8 ആണ്. 8ൻ്റെ കൂടെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 30D ആഡ് ചെയ്താലേ നമുക്ക് 31ാമത്തെ ടേം കിട്ടുക. 30D എന്ന് പറയുമ്പോൾ 30 × D എത്രയാണ്? 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് D4. 8 + മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്താൽ 120 വരും അല്ലേ? 4 3 12 ആ 0യും 128 31ാമത്തെ ടേം. അതാണ് മിഡിൽ ടേം വരിക. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 128 മിഡിൽ ടേമിൻ്റെയും നമ്പർ ഓഫ് ടേംസ് 61 ടേംസ് അല്ലേ, പ്രൊഡക്റ്റാണ്, മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ ചെയ്താൽ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത ക്വസ്റ്റ്യന് 2 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 18. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സെക്കൻഡ് ടേം 18 ആണ് തന്നിട്ടുണ്ട്. അപ്പം എക്സ് എന്ന് പറഞ്ഞ് തരാത്തവർ സെക്കൻഡ് ടേം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതണേ. സെക്കൻഡ് ടേം 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർത്ത് ടേം, 4 എന്ന് പറയുന്നത് പൊസിഷനാണ്, ഫോർത്ത് ടേം 32 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് ടേമും ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് അറിഞ്ഞാലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. തേർഡ് ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, എന്നാലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്നിട്ടില്ല ഇക്വേഷൻ എഴുതരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ നമുക്ക് തന്ന 2 കാര്യം വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. അതിൽ നിന്നും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ നമ്പർ എടുക്കുക. ഇതിൽ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് ടേമാണ്. സെക്കൻഡ് ടേമും ഫോർത്ത് ടേമല്ലേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് സെക്കൻഡ് ടേമാണ്. നമുക്കറിയാം സെക്കൻഡ് ടേമിൻ്റെ കൂടെ എത്ര ടൈംസ് ഡി ആഡ് ചെയ്താലാണ് നമുക്ക് തന്ന രണ്ടാമത്തെ കാര്യം കിട്ടുക, രണ്ടാമത്തെ ടേം കിട്ടുക. ഫോർത്ത് ടേം അല്ലേ തന്നത്, അപ്പോൾ 2D ആഡ് ചെയ്താലാണ് ആ ഫോർത്ത് ടേം നമുക്ക് കിട്ടുക. നമുക്ക് തന്ന കാര്യമൊക്കെ കൊടുത്താൽ സെക്കൻഡ് ടേം 18 ആണ്, 18ൻ്റെ കൂടെ 2 ടൈംസ് ഡി ആഡ് ചെയ്താൽ നമുക്ക് ഫോർത്ത് ടേം 32 കിട്ടും. അപ്പം 18 + 2D = 32. അപ്പോൾ 2D അവിടെ നിർത്തുക. ഒറ്റയ്ക്കുള്ള 18 അങ്ങോട്ട് കൊണ്ടുപോയാൽ -18 ആവും, 14. അപ്പോൾ D = 14/2 = 7. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് സിമ്പിളായിട്ട് കണ്ടുകൂടെ? തേർഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം 18 ആണ്, അതിൻ്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ തേർഡ് ടേം കിട്ടും. തേർഡ് ടേം കണ്ടുപിടിക്കാൻ തേർഡ് ടേം ഈക്വൽ ടു അങ്ങനെ തന്നെ എഴുതണേ. തേർഡ് ടേം ഈക്വൽ ടു സെക്കൻഡ് ടേം 18 പ്ലസ് കോമൺ ഡിഫറൻസ് D 25. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? സെക്കൻഡ് ടേം 18 ആണല്ലോ, 4 ടേം എടുക്കാം. സെക്കൻഡ് ടേം 18 എന്നും തേർഡ് ടേം ഫോർത്ത് ടേം 32 തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 7 ആണ് നമ്മൾ കണ്ടുപിടിച്ചത് കൊണ്ട് 18ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 25. ഇനി ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം നമുക്കറിയാം, ഫസ്റ്റ് ടേം കിട്ടാൻ കോമൺ ഡിഫറൻസ് കൂട്ടിയിട്ടാണ് 18 വന്നത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ബാക്കിലെ ടേം കണ്ടുപിടിക്കുമ്പോൾ കോമൺ ഡിഫറൻസ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ സെക്കൻഡ് ടേമിന്ന് D കുറച്ചാൽ, ഒരു തവണ D കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും.
അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതണേ. ഫസ്റ്റ് ടേം ഈക്വൽ ടു സെക്കൻഡ് ടേം 18 മൈനസ് കോമൺ ഡിഫറൻസ് 7 11 വരും. ഫസ്റ്റ് ടേം 11 ആണ് വരിക. ഫസ്റ്റ് ടേമും തേർഡ് ടേമും കണ്ടുപിടിച്ചു. 2 മാർക്കിനുള്ള ആൻസർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് ആൻഡ് 17th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 40. ഫസ്റ്റ് ടേമിൻ്റെയും 17th ടേമിൻ്റെയും സമ്മ് 40 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നത് ഫസ്റ്റ് ടേമിൻ്റെയും 18th ടേമിൻ്റെയും 18ാമത്തെ ടേമിൻ്റെയും സമ്മ് 43 ആണ്. 2 ടേംസിൻ്റെ സമ്മിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ടേം 17ാമത്തെ ടേമും 17ാമത്തെ ടേമും കൂട്ടുമ്പോൾ സമ്മ് 40 ആണ് വരുന്നത്. ഒന്നാമത്തെ ടേമും 18ാമത്തെ ടേമും കൂട്ടുമ്പോൾ തൊട്ടടുത്ത ടേമല്ലേ 18, ആ ടേം കൂട്ടുമ്പോൾ 43 വരുന്നുണ്ട്. അപ്പോൾ അവിടെ എത്രയാണ് കൂടിയത്? 3 ആണ് കൂടിയത്. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 3 അല്ലേ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി സം ഓഫ് ഇറ്റ് 7th ആൻഡ് 11th ടേം? 7th ടേമിൻ്റെയും 11th ടേമിൻ്റെയും സം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 7th ടേമിൻ്റെയും 11th ടേമിൻ്റെയും സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? 2 ടേംസിൻ്റെ സമ്മാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ തന്ന കാര്യം ഫസ്റ്റ് ടേമിൻ്റെയും 17th ടേമിൻ്റെയും സമ്മ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമിൻ്റെയും 18th ടേമിൻ്റെയും സമ്മ തന്നിട്ടുണ്ട്. നമ്മൾ നോട്ട് 3യിൽ പഠിച്ചിട്ടുണ്ട്. പൊസിഷൻ്റെ സമ്മ് വേറെ 2 പൊസിഷൻ്റെ സമ്മിന് ഈക്വൽ ആണെങ്കിൽ അവിടുത്തെ ടേംസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. അവിടെ പൊസിഷൻ വരുന്നത് ഫസ്റ്റ് 1ഉം 17ഉം പൊസിഷൻസ് അല്ലേ. ടേംസിൻ്റെ സമ്മ അവിടെ കൊടുത്തിട്ടുണ്ട് 40. അപ്പോൾ പൊസിഷൻ്റെ സമ്മ് 1ഉം 17ഉം 18 വരുന്നുണ്ട്. 1ഉം 18ഉം 19ഉം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 7th ടേമിൻ്റെയും 11th ടേമിൻ്റെയും അപ്പോൾ 7ഉം 11ഉം ആണ് ഇവിടെ പൊസിഷൻ. അതിൻ്റെ സമ്മ എത്രയാണ് വരിക? 11 + 7 18. അപ്പോൾ പൊസിഷൻ്റെ സമ്മ് 18 വരുന്നത് 1ഉം 17ഉം എടുക്കുമ്പോഴാണ്. അപ്പോൾ പൊസിഷൻ്റെ സമ്മ് വേറെ 2 പൊസിഷൻ്റെ സമ്മിന് ഈക്വൽ ആകുമ്പോൾ അവിടുത്തെ ടേംസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേമും 17th ടേമും കൂട്ടിയാൽ 40 ആയതുകൊണ്ട് 7th ടേമും 11th ടേമും കൂട്ടിയാലും 40 തന്നെ കിട്ടും. പൊസിഷൻ്റെ സം ഈക്വൽ ആണെങ്കിൽ ടേംസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. സിമ്പിൾ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 9th ടേം എത്രയാണെന്നുള്ളതാണ്. ഇത് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. 7th ടേമിൻ്റെയും 11th ടേമിൻ്റെയും സം എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ ഈ 9th ടേം എന്ന് പറയുന്നത് 7th-ൻ്റെയും 11th-ൻ്റെയും മിഡിലുള്ള ടേം അല്ലേ. 9th ടേമിൻ്റെ 2 പൊസിഷൻ ബാക്കിലാണ് 7th ടേം വരുന്നത്. 2 പൊസിഷൻ മുമ്പിലാണ് ഇത് വരുന്നത് 11th ടേം വരുന്നത് അല്ലേ. ഇവിടെ 8th ടേം ഉണ്ടാവും, ഇവിടെ 10th ടേം ഉണ്ടാവും. അപ്പോൾ സെയിം ഡിസ്റ്റൻസ് ബാക്കിലും സെയിം ഡിസ്റ്റൻസ് മുമ്പിലുള്ള 2 ടേംസിൻ്റെ സമ്മ് 7th ടേമിൻ്റെയും 11th ടേമിൻ്റെയും സമ്മാണ് 40. അതെന്തായിരിക്കും? ഈ 9th ടേമിൻ്റെ ട്വൈസ് ആയിരിക്കൂലേ. അപ്പോൾ അത് സമ്മ് 40 നമുക്ക് തന്നിട്ടുണ്ട്. അത് ഈ 9th ടേമിൻ്റെ ട്വൈസാണ്. ഏത് നമ്പറിൻ്റെ ട്വൈസാണ് 40? 20-ൻ്റെതല്ലേ. അപ്പോൾ 9th ടേം അവിടെ 20 വരണ്ടേ. നല്ല സമ്മ് ഇവിടെ 40 വരുള്ളൂ. അപ്പോൾ 9th ടേം എന്ന് പറയുന്നത് 20 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ സം ഓഫ് 6 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 99. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 6 ടേംസിൻ്റെ സമ്മ് 99 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 6th ടേം 39 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ പെയേഴ്സ് ആക്കാൻ വേണ്ടി പറ്റും. പെയേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേമും 6th ടേമും പെയേഴ്സ് ആയിരിക്കുമല്ലോ. 1 2 3 4 5 6. പെയേഴ്സ് ആക്കുമ്പോൾ ഫസ്റ്റ് ടേമും 6th ടേമും പെയറായിരിക്കും. സെക്കൻഡ് ടേമും 5th ടേമും പെയറായിരിക്കും. തേർഡ് ടേമും 4th ടേമും പെയറായിരിക്കും. ഈ രീതിയിൽ വരും. അപ്പം ഈവൺ നമ്പർ ഓഫ് ടേംസ് ആകുമ്പോൾ മിഡിൽ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും മിഡിൽ. അപ്പോൾ അതിൻ്റെ സം ഈ 6 ടേംസിൻ്റെ സമ്മ് 99 ആണ് തന്നിട്ടുണ്ട്. 6 ടേംസിന് നമ്മൾ പെയർ ആക്കുമ്പോൾ നമുക്ക് 3 പെയറാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു പെയറിൻ്റെ സം എത്രയായിരിക്കും? 3 പെയറിൻ്റെയും കൂടെ സമ്മാണ് ഈ 99. 6 ടേംസിൻ്റെയും കൂടെ സമ്മാണ് 99 എന്ന് വെച്ചാൽ 3 പെയേഴ്സ് ഉണ്ടാവും. 3 പെയറിൻ്റെയും കൂടെ സമ്മാണ് 99. അപ്പോൾ ഒരു പെയറിൻ്റെ സം എന്ന് പറയുന്നത് 99. സം ഓഫ് 1 പെയർ എന്ന് പറയുന്നത് 99/3. 33 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമും 6th ടേമും കൂട്ടിയാൽ
33 കിട്ടണം. സിക്സ്ത് ടേം നമുക്ക് തന്നിട്ടുണ്ട്. സിക്സ്ത് ടേം എത്രയാ? 39 ആണ് തന്നിട്ടുണ്ട്. സിക്സ്ത് ടേം ഈസ് 39. അപ്പോൾ നമ്മൾ കാണാൻ പറഞ്ഞത് തേർഡ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും സമ്മാണ്. തേർഡ് ടേം ഫോർത്ത് ടേം എന്ന് പറയുന്നത് എന്താണ്? ഒരു പെയറാണ് അല്ലേ? അപ്പോൾ സെക്കൻഡ് പൊസിഷനും ഫിഫ്ത്ത് പൊസിഷനും കൂട്ടിയാലും തേർഡ് പൊസിഷനും ഫോർത്ത് പൊസിഷനിൽ ടേം കൂട്ടി കഴിഞ്ഞാലൊക്കെ എന്തുതന്നെയായിരിക്കും? പൊസിഷൻ്റെ സമ്മൊക്കെ അവിടെ ഈക്വലാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ടേംസിൻ്റെ സമ്മൊക്കെ ഈക്വൽ ആയിരിക്കും അല്ലേ? 1 + 6 7, 2 + 5 7, 3 + 4 7. അവിടുത്തെ പൊസിഷൻ്റെ സമ്മൊക്കെ ഈക്വലാണ്. അപ്പോൾ അവിടുത്തെ ടേംസിൻ്റെ സമ്മൊക്കെ ഈക്വൽ ആയിരിക്കും. ഒക്കെ എത്രയേ വരുള്ളൂ? 33 വരുള്ളൂ അല്ലേ? ഒരു പെയറിൻ്റെ സമ്മ് 33 വരുള്ളൂ. അപ്പോൾ തേർഡ് ടേമും ഫോർത്ത് ടേമും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ 33 വരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? വിച്ച് ഈസ് ദി തേർഡ് ടേം എത്രയാണെന്നാണ് ചോദിച്ചത്. തേർഡ് ടേമും ഫോർത്ത് ടേമും കൂട്ടിയാൽ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടി വരും. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ടേം 39 ആണെന്നറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേമും സിക്സ്ത് ടേമും പെയേഴ്സ് അല്ലേ, അത് കൂട്ടിയാൽ 33 കിട്ടണം. അപ്പോൾ ഫസ്റ്റ് ടേമും സിക്സ്ത് ടേമും പെയേഴ്സാണ്. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 33 ആണ്. ഒരു പെയറിൻ്റെ സമ്മ് 33 അല്ലേ? ഫസ്റ്റ് ടേം നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിക്സ്ത് ടേം നമുക്ക് തന്നിട്ടുണ്ട് 39. അത് അതിൽ നിന്നും ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? 33 പോസിറ്റീവ് 39 ഇങ്ങോട്ട് വരുമ്പോൾ -39 -6 വരും. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറച്ചാൽ നെഗറ്റീവ്, ഇത് വലുതെന്ന് ചെറുത് കുറച്ചാൽ 6. അപ്പോൾ -6 ആണ് ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് നമ്പറിന്ന് 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ തേർഡ് ടേം കിട്ടും നമുക്കറിയാം. പക്ഷെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കട്ടെ. അതിന് നമുക്ക് അറിയുന്ന കാര്യം സിക്സ്ത് ടേം ഫസ്റ്റ് ടേം കിട്ടി, സിക്സ്ത് ടേമും അറിയാം. അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 5 ടൈംസ് d ആഡ് ചെയ്താലാണ് നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ കാര്യം സിക്സ്ത് ടേം കിട്ടുക. നമുക്ക് തന്ന കാര്യങ്ങൾ കൊടുക്കുക. ഫസ്റ്റ് ടേം -6 നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ 5 ടൈംസ് d ആഡ് ചെയ്താൽ സിക്സ്ത് ടേം എത്രയായിരുന്നു? 39 കിട്ടും. ഇനി 5 ടൈംസ് d എന്ന് പറയുന്നത് 39 -6 അങ്ങോട്ട് കൊണ്ടുവന്നാൽ +6 45. അപ്പോൾ d എത്ര വരും? ഇൻറ്റു 5 അങ്ങോട്ട് കൊണ്ടുപോയാൽ 45/9/5 ഇൻറ്റു 5 അങ്ങോട്ട് പോകുമ്പോൾ /5 = 9. 9 ആണ് അവിടെ കോമൺ ഡിഫറൻസ് കിട്ടിയത്. ഈ തേർഡ് ടേം കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ഫസ്റ്റ് ടേം -6, കോമൺ ഡിഫറൻസ് 9. അപ്പം തേർഡ് ടേം ആണ് ചോദിച്ചിട്ടുള്ളത് ബി ക്വസ്റ്റ്യന്. അപ്പോൾ തേർഡ് ടേം = ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 ടൈംസ് d ആഡ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ടേം -6 ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ടൈംസ് d എന്ന് പറയുമ്പോൾ 2 × d 9 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്താൽ 18. പോസിറ്റീവ് നമ്പർ ആദ്യം എടുത്ത് എഴുതുക, നെഗറ്റീവ് നമ്പർ പിന്നെ എഴുതുക. 18 - 6 12. തേർഡ് ടേം വരുന്നത് 12 ആണ്. സീക്വൻസ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ടേം -6, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം 12. നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാമല്ലോ, അത് കൂട്ടിയാൽ പോരെ. അപ്പോൾ കോമൺ ഡിഫറൻസ് 9 ആയിരുന്നു അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. -6ൻ്റെ കൂടെ 9 കൂട്ടാം, അല്ലെങ്കിൽ 12 തേർഡ് ടേമാണ്. തേർഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചാലും സെക്കൻഡ് ടേം കിട്ടും. 9 കുറച്ചാൽ 12 വന്ന് 9 കുറച്ചാൽ എത്രയാണ്? 3. അല്ലെങ്കിൽ -6ൻ്റെ കൂടെ 9 കൂട്ടിയാൽ +9 9 - 6 3. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു 3 ടേമൊക്കെ എഴുതാൻ മതി സീക്വൻസ് ചോദിച്ചാൽ. ഇപ്പോൾ C = -6 3 12 ഇങ്ങനെയാണ് സീക്വൻസ് വരുന്നത്. ഇതും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ, തേർഡ് ടേം കണ്ടുപിടിക്കാൻ 2 സ്റ്റെപ്പ് അധികം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് 2 മാർക്ക്, ബാക്കിയുള്ളതിന് ഓരോ മാർക്ക്. അങ്ങനെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെവൻത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 17. സെവൻത്ത് ടേം തന്നിട്ടുണ്ട്. സെവൻത്ത് ടേം ആണ് തന്നത്. സെവൻത്ത് ടേം 17 ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നത്? 17th ടേം
17th ടേം 17ാമത്തെ ടേം 7 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറഞ്ഞാണ് വരുന്നത്, മനസ്സിലായി. കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ 7th ടേമിൻ്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്താലും നമുക്ക് തന്ന രണ്ടാമത്തെ ടേം കിട്ടുക? 17th ടേം അല്ലേ തന്നത്, അപ്പോൾ 10 ഡി ആഡ് ചെയ്താലാണ് 17th ടേം കിട്ടുക. അപ്പോൾ 7th ടേം 17, 17ൻ്റെ കൂടെ 10 ഡി ആഡ് ചെയ്താൽ നമുക്ക് 17ാമത്തെ ടേം എത്രയാ? 7 കിട്ടും. അപ്പോൾ 10 ഡി എന്ന് പറയുന്നത് 7, പോസിറ്റീവ് 17 ഇങ്ങോട്ട് വരുമ്പോൾ -17, -10 വരും അല്ലേ. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറച്ചാൽ, അപ്പോൾ ഡി ഈക്വൽ ടു -10 അവിടെ ഉണ്ട്, ഇൻറ്റു 10 അങ്ങോട്ട് പോകുമ്പോൾ /10. അപ്പോൾ നെഗറ്റീവ് ബൈ പോസിറ്റീവ്, നെഗറ്റീവ് 10/10 1, -1 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ ആൻസറായി. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. -1 കിട്ടി നമുക്ക് കോമൺ ഡിഫറൻസ്. 24th ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യണം? 24th ടേം കണ്ടുപിടിക്കണമെങ്കിൽ 7th ടേം തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്യേണ്ടി വരും? 17 ഡി ആഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 17th ടേമും തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ 7 ഡി ആഡ് ചെയ്താൽ മതിയാവും. എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഇപ്പോൾ 17th ടേം 7 ആണ്, അതിൻ്റെ കൂടെ 7 ഡി ആഡ് ചെയ്താൽ മതി. 7 ഇൻറ്റു ഡി എത്രയായിരുന്നു? -1. അപ്പോൾ 7 - 7, 7 ഇൻറ്റു -1 പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ് 7 ഇൻറ്റു 1 7. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. അപ്പോൾ 7 - 7 = 0. അപ്പോൾ 24th ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും. 47 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഓഡ് നമ്പറാണ് 47. ഓഡ് നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ മിഡിൽ ടേമിൻ്റെയും നമ്പർ ഓഫ് ടേംസിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടാൽ മതി. അപ്പോൾ 47 ടേംസ് എടുക്കുമ്പോൾ മിഡിൽ ടേം എന്ന് പറയുന്നത് 47 + 1 48 -48 പ്ലസ് 48ൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 48/2 24th ടേമാണ് മിഡിൽ ടേം വരിക അല്ലേ. 47 ടേംസ് എടുക്കുമ്പോൾ മിഡിൽ ടേം വരിക 24th ടേം. 24th ടേം നമ്മൾ ബി ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, 0 ആണ്. 0 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 47 ടേംസിൻ്റെ സമ്മല്ലേ. അപ്പോൾ 0നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെ കിട്ടും. അപ്പോൾ 47 ടേംസ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 0 ആണ് വരിക, കാരണം നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട് പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ 0 വരും. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവണ്ട, സമ്മ് 0 വരുമോ എന്നുള്ളത്. സമ്മ് 0 ആയിരിക്കും. ഇനി ഡി ക്വസ്റ്റ്യന് 48 ടേംസിൻ്റെ സമ്മ് അല്ലേ. സം ഓഫ് ഫസ്റ്റ് 48 ടേംസ്, ഈവൺ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ് ചെയ്യണം. അപ്പോൾ സം ഓഫ് 1 പെയർ എന്ന് പറയുന്നത് ഒരു പെയർ 48 ടേംസ് എടുക്കുമ്പോൾ മിഡിൽ വരുന്നത് 24th ടേമും 25th ടേമും ആയിരിക്കുമല്ലോ. 24th ടേം നമുക്കറിയാം പെയേഴ്സ് ആയിരിക്കും അല്ലേ. 24th ടേം 0 ആണ് നമുക്കറിയാം. അപ്പോൾ 25th ടേം എത്രയായിരിക്കും? ഇത് ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ. -1 = 0യും -1ഉം കൂട്ടിയാൽ -1 തന്നെ വരും. ഏത് നമ്പറിനോട് 0 ആഡ് ചെയ്താലും ആ നമ്പർ തന്നെ കിട്ടൂലേ. 48 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 48th ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാം. 47 ടേംസിൻ്റെ സമ്മ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്, അത് വെച്ചിട്ട് ചെയ്യാം. ഒരു പെയറിൻ്റെ സമ്മ് എത്രയാണ് വരിക? ഇപ്പോൾ ഇവിടെ ഒരു പെയറാണ് 24th ടേമും 25th ടേമും. 0യും -1ഉം കൂട്ടിയാൽ ഒരു പെയറിൻ്റെ സം ഓഫ് 1 പെയർ എന്ത് കിട്ടും നമുക്ക്? ഒരു പെയറിൻ്റെ സമ്മ് -1. എത്ര പെയേഴ്സ് ഉണ്ടാവും? 48 ടേംസ് എടുക്കുമ്പോൾ 24 പെയേഴ്സ്. അപ്പോൾ സം ഓഫ് 48 ടേംസ് എന്ന് പറയുന്നത് ഒരു പെയറിൻ്റെ സമ്മ് -1, നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 48 ടേംസ് ഉണ്ടാകുമ്പോൾ 24 പെയേഴ്സ് ഉണ്ടാവും, -24 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 47 ടേംസിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 0 ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ 48th ടേമും കൂടെ കൂട്ടിയാൽ 0ൻ്റെ കൂടെ 48th ടേമും കൂടെ കൂട്ടിയാൽ 48 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം അല്ലേ. 0ൻ്റെ കൂടെ 48th ടേമും കൂടെ കൂട്ടിയാൽ 48 ടേംസിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ 48th ടേം തന്നെയാണ് സം ഓഫ് 48 ടേംസ്. അപ്പോൾ 48th ടേം എത്രയാണ്? എന്ത് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് ടേം എത്രയായിരുന്നു? ഫസ്റ്റ് ടേം നമുക്ക് അറിയില്ല അല്ലേ.
24th ടേം നമുക്കറിയാം. 24th ടേം എത്രയായിരുന്നു? 0. 0ൻ്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്യണം? 24th ടേമിൻ്റെ കൂടെ 24 ഡി ആഡ് ചെയ്യണം. 24 ഇൻറ്റു ഡി -1 ആണ്. 24 പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ് 24. ഈ രീതിയിൽ ചെയ്താലും ഇപ്പോൾ 48th ടേം -24 ആണ്. 47 ടേംസിൻ്റെ സമ്മ് 0 ആണ്. അപ്പോൾ 48 ടേംസിൻ്റെ സമ്മ് എന്തായിരിക്കും? 47 ടേംസിൻ്റെ സമ്മ് 0, അതിൻ്റെ കൂടെ 48th ടേം -24 കൂടെ ആഡ് ചെയ്താൽ 48 ടേംസിൻ്റെ സമ്മ് കിട്ടും. അപ്പോഴും നമുക്ക് -24 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് 2-3 രീതിയിൽ ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് പ്രീവിയസ് ഇയറിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കും ഈ ചാപ്റ്ററിന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.